ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. നമ്മൾ കഥനാകി ഹീറോമാരെ കൊണ്ട് ഷോപ്പിംഗ്, ജ്വൽസ് ഇതെല്ലാം മേങ്ങി ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. 7 വരെ ഷോപ്പിംഗ് ചെയ്തിരുന്നു. അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി 7 വരെയോട്, ബോയ്സ്. ആ എന്താ മാം? ശരി, നിങ്ങളിപ്പോൾ കോളേജൊക്കെ ജോയിൻ ചെയ്തത് അത് മാം നിങ്ങൾ ഫാസ്റ്റ്. ഹീറോയി ഒരു മിനിറ്റേ. ആ ഹീറോയുടെ സെക്രട്ടറിനെ വിളിച്ചായിരുന്നു. മാം എന്താ മാഡം? ഓ, നീ പോയി ഞാൻ പറഞ്ഞ സാധനങ്ങൾ കൊണ്ട് ഇവർ അളവെടുക്കുക എന്ന് പറഞ്ഞു. അതിലൊരു ഗേൾ ഉണ്ടായിരുന്നു. ആ ഗേൾ വളയാൻ വേണ്ടി നോക്കിയായിരുന്നു. അതിലൊരു ബോയിനോട് പറഞ്ഞു, നീ പോവുമ്മ പറഞ്ഞിട്ട് അവിടെ അയച്ച്. അങ്ങനെ അവരുടെ കൈയിന് അളവെല്ലാം എടുത്ത് കഴിഞ്ഞായിരുന്നു. അളവെടുത്ത് ഹീറോയി പറഞ്ഞായിരുന്നു, ഓക്കെ നമുക്ക് പോവാം എന്ന് അളവെല്ലാം പറഞ്ഞു ഹീറോയി. അങ്ങനായിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയി പ്ലാൻ ചെയ്തായിരുന്നു. ശരി ഓക്കെ, അപ്പം എന്താ ചെയ്യാം? ഹീറോയി പറഞ്ഞ ഒരു ഫേമസ് കമ്പനി ഉണ്ടായിരുന്നു. ഹീറോയി ഹലോ, ഞാൻ പറഞ്ഞ മതി റിംഗ് സെലക്ട് ആക്കണം എന്ന് പറഞ്ഞായിരുന്നു. കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഓക്കെ മാം ചെയ്യാം. ശരി 7 പേര് എടുത്തോണ്ട് ഹീറോയി ഫ്ലൈറ്റ് പോയി. ഹീറോയി റിച്ച് ഗേൾ, അത് മുതൽ ബിസിനസ് മാൻ്റെ മോള്, അങ്ങനെ സ്വന്തം ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഹീറോയി ഫ്ലൈറ്റിൽ അങ്ങനെ അവർ 7 പേർ വിളിച്ചുകൊണ്ട് അവർക്ക് 7 പേർക്ക് കൺഫ്യൂസ് ആയിരുന്നു. എന്തിനാ ഞങ്ങളെ വിളിച്ചതെന്ന് അവിടെ 7 പേർക്കും ഒന്നും മനസ്സിലായില്ലായിരുന്നു. പാവം അവർ 7 പേർ ഹീറോയിനെ ഫോളോ ചെയ്ത് ഹീറോയിൻ്റെ പുറകിൽ പോയിരുന്നു. അങ്ങനെ ഹീറോയി വിളിച്ചുകൊണ്ട് അവരെ ഹീറോയിൻ്റെ ഫ്ലൈറ്റിൽ കയറിയായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ ഫുഡെല്ലാം കഴിച്ചു, നല്ല ഉറങ്ങായിരുന്നു. എങ്ങനെയായിട്ട് അങ്ങനെ ഹീറോയി ഡൽഹിക്ക് വന്നെത്തി. ഹീറോയി ഡൽഹിക്ക് എത്തി, ഡൽഹിയിൽ ഇറങ്ങി. ഹീറോയ്ക്ക് പറഞ്ഞ് ഡൽഹിയിൽ സ്വന്തം ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഡൽഹിയിൽ ഇറങ്ങി, ഡൽഹിയിൽ അവിടെ ഫ്ലൈറ്റ് വെച്ചിരുന്നു. അവിടെ ഡൽഹിയിൽ അങ്കിൾ അറിഞ്ഞ ഹീറോയിൻ്റെ അങ്കിളിൻ്റെ അങ്കിളാണ് നോക്കുന്നത്. ഹായ് മാ, എത്തി അങ്കിൾ. ശരി, കമ്പനി നോക്കുക. സ്വന്തം ഫ്ലൈറ്റ് ഉണ്ട് ഡൽഹിയിൽ. അങ്കിൾ ഈ ഫ്ലൈറ്റ് ഇല്ലമ്മാ, ഫ്ലൈറ്റ് തണിയിട്ട്. അങ്കിൾ എൻ്റെ മറ്റേ ഫ്ലൈറ്റ് വന്നുമാ, ഇത് കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ നിൻ്റെ പ്ലേസ്ക്ക് ഞാൻ അയക്കാം അങ്കിൾ പറഞ്ഞിരുന്നു. സ്വന്തം ഫ്ലൈറ്റ് ഹീറോയിൻ്റെ മറ്റേ ഫ്ലൈറ്റ് ഓൾറെഡി ഡൽഹിയിലുണ്ടായിരുന്നു. അങ്കിൾ ഇല്ലേ റെഡിയുമ്മാ, നിൻ്റെ ഫ്ലൈറ്റിൽ ഇവിടെ ഒന്ന് വെച്ചിട്ടുണ്ടല്ലേ അങ്കിൾ പറയായിരുന്നു. ഹാരി പോട്ടർ അങ്കിൾക്ക് വേണ്ടി ഹീറോ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അങ്കിളുടെ എയർപോർട്ടിൽ സ്വന്തം ഒരു ഫ്ലൈറ്റ് ഹീറോയിൻ്റെ ഉണ്ട്. അങ്ങനെ ഹീറോ ആ ഫ്ലൈറ്റിൽ അവരോട് ഇങ്ങനെ ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇന്ത്യക്ക് വന്ന് കേരളത്തിൽ വന്ന്. അങ്ങനെ ഹീറോ കേരളത്തിൽ എത്തിയായിരുന്നു. ഹീറോ എല്ലാവരും വിളിച്ചായിരുന്നു. എല്ലാവരും ഇറങ്ങി വന്നിരുന്നു. എല്ലാവരും മാസ്ക് ഇടാൻ പറഞ്ഞായിരുന്നു. എല്ലാവർക്കും കൺഫ്യൂസ് ആയിരുന്നു. എന്തിനാ മാസ്ക് ഇടാൻ പറഞ്ഞ കേക്ക് ബോയ്സ്, എല്ലാവരും മാസ്ക് ഇടണോ, മാസ്ക് ഇട്ടിട്ടേ വരണം, മനസ്സിലായല്ലോ? ശരി ഓക്കെ എന്ന് പറഞ്ഞ് 7 പേരും മാസ്ക് ഇട്ട് വന്നിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് വന്നിറങ്ങി. എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു, മെയ്ഡുമെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ വീടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഹീറോയിൻ നടന്നോട് വന്നായിരുന്നു. അങ്ങനെ 7 പേരും ലഗേജ് എല്ലാ സാധനം എടുത്തോണ്ട് വന്നായിരുന്നു. അങ്ങനെ അവർക്ക് 7 പേർക്ക് റൂം ഹീറോയി പറഞ്ഞായിരുന്നു, എൻ്റെ റൂമെടുത്ത്. ടോട്ടൽ 8 റൂം മുകളിൽ ഉണ്ടായിരുന്നു. ടോട്ടൽ 8 റൂം. അതുകൊണ്ട് ഹീറോയി പറഞ്ഞു, നിങ്ങൾ ആ റൂമിൽ താമസിക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെ 7 പേർക്ക് ഒരു റൂം കാട്ടിയിരുന്നു. 7 പേർ ഓക്കെ പറഞ്ഞ് അവർ റൂമിലേക്ക് പോയായിരുന്നു. കുളിച്ച് ഫ്രഷായിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കാൻ പറഞ്ഞ് അങ്ങനെ പോയിട്ട് ഫുഡെല്ലാം കഴിച്ചവർ സംസാരിക്കുക 7 പേർ പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ അവർ ജിന്നിൻ്റെ റൂമിൽ പോയി അവർ ബാക്കിയവർ സംസാരിക്കാറ്. ജിന്ന് പറയുന്നു, എന്താടാ പേടിയുണ്ട്, അവർ നമ്മൾ രക്ഷിച്ചത്, നമ്മൾ അവർക്ക് മര്യാദ കൊടുക്കണം എന്ന് ജിന്ന് പറയായിരുന്നു കൊറിയയിൽ. ശരി ഓക്കെ, അവർ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ ശേഷം താഴെ ഇറങ്ങി പോയായിരുന്നു. താഴെ നോക്കുമ്പോൾ ഹീറോയെ അവിടെ നിന്ന് ടെൻഷനിൽ വാക്ക് പറയായിരുന്നു. ജിന്നൊക്കെ ഷാക്കായിരുന്നു. പാവം അവർക്ക് പേടിയായിരുന്നു. ഹീറോയെ വാക്ക് പറയായിരുന്നു. എല്ലാത്തും കാരണം ഞാൻ നോക്കണം, വേറെ വഴിയില്ലേ എന്ന് പറഞ്ഞ് ഹീറോയെ വാക്ക് പറയായിരുന്നു. ശരി മാ, ഇങ്ങനെ ടെൻഷനൊന്നും ആവണ്ട എന്ന് പറഞ്ഞു. ഈ ഡാഡിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നില്ല. ഹീറോ ടെൻഷനായിരുന്നു. അങ്ങനായിട്ട് 7 പേരും റെഡിയായി ഹീറോയുടെ അടുത്ത് വന്നു. എന്താ? ഇല്ല അത് എന്ന് പറഞ്ഞു. ശരി ഓക്കെ, നാളെ നിങ്ങൾ 7 പേര് എൻ്റെ കൂടെ കോളേജിൽ വരുന്നു. 7 പേർക്ക് ഷോക്കായിരുന്നു. എന്താ കോളേജാ? അതെ നിങ്ങൾ 7 പേരെ ഞാൻ കോളേജിൽ കൊണ്ടുപോവാം എന്ന് ഹീറോയി പറഞ്ഞു. അത് കേട്ടോ അവർക്ക് 7 പേർക്ക് ഷോക്കായിരുന്നു. ശരി ഓക്കെ എന്ന് അവർ സമ്മതിച്ചായിരുന്നു. ശരി എന്ന് പറഞ്ഞു ഹീറോയി ഇങ്ങനെ പോയായിരുന്നു. അവർ 7 പേർ വീട് നോക്കിയായിരുന്നു. അവിടെ ഹീറോയിൻ്റെ മമ്മി ഡാഡി അവിടുന്ന് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഹീറോയി വാക്ക് പറയായിരുന്നു. മമ്മി വന്ന് പറയും, ഈ ഫോട്ടോ നോക്കുമ്പോൾ ഇവരെ പിടിച്ചോ മോം എത്ര പറയണമെന്ന് ഹീറോയി ടെൻഷന് പോയായിരുന്നു.
അവർക്കൊന്നും മനസ്സിലായില്ല. ഹീറോയിന് ശരിയാവില്ല ഇവൾ എന്ന് പറഞ്ഞ് അവർ പോയിരുന്നു. അങ്ങനെ 7 പേർ കണ്ട പിന്നെ മമ്മിക്ക് ശരി ഇവരെ കാണാൻ ഹാൻസമായിട്ടുണ്ട്, ഇവരെ വെച്ചിട്ട് ഒരാളെ കല്യാണം കഴിക്കുന്നത് ചോദിക്കാം എന്നെ അമ്മ ഉണ്ടാതിരുന്ന് പോയിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ അവരുടെ കോളേജൊക്കെ ജോയിൻ ചെയ്തായിരുന്നു. ഹീറോയിൻ്റെ സ്വന്തം കോളേജാണ്. അങ്ങനെ അവർ പഠിക്കുക. ഹീറോയ്ക്ക് പഠിച്ചിട്ട് കഴിഞ്ഞു. ഇപ്പോൾ കമ്പനി ഫുൾ കമ്പനി റൺ ചെയ്യുകയാണ് ഹീറോയിൻ. അങ്ങനെ 7 പേർ കോളേജിൽ പഠിക്കുകയാണ്. അതേ കോളേജിൽ പഠിക്കുകയാണ് 7 പേർ. ഹീറോയിൻ കോളേജ് പറഞ്ഞാൽ അവർ ഓരോന്ന് ഡിഫറെൻറ്റിൽ പഠിക്കുകയാണ്. നമ്മൾ 7 ബോയ്സ്. അങ്ങനെ അവർക്ക് ഓരോന്ന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ മതി. ഹീറോയിൻ ശരി ഓക്കെ എന്ന് പറഞ്ഞു. അവർക്ക് ട്രെയിനിങ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിരിക്കുമ്പോൾ നിങ്ങൾ സ്ക്യൂട്ട് ഇന്നസായിട്ട് മാത്രം ഒറ്റൊരു ടെററിസ്റ്റ് സംസാരിക്കുക. സ്യൂട്ട് പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും. അതിനെക്കുറിച്ച് പേടി പിടിപ്പിച്ചായിരുന്നു. അങ്ങനെ ഹീറോയിൻ പറയുന്നത് കേട്ട് അവർ പേടിച്ച് ശരി ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ അവർ പഠിക്കായിരുന്നു. ഹീറോയിൻ ശരി കോളേജിലേക്ക് പോവാം എന്ന് പറഞ്ഞ് ഹീറോയിൻ കോളേജ് ഫസ്റ്റ് ജിന്നിനെ കാണാം. ജിന്നിൻ്റെ ക്ലാസ്സിലാണ് കാണാവുന്നത്. ജിന്ന് പഠിക്കുന്നത് പറഞ്ഞ മെഡിസിൻ ഡോക്ടറാണ് പഠിക്കാൻ പോകുന്നത്. ജിൻ പഠിക്കുന്നത് ആ പ്ലേസ് വന്ന് ജിന്നെ കുറച്ച് ഗേൾസ് ജിന്നിൻ്റെ റൂട്ട് വിടാൻ തുടങ്ങി. ജിന്നക്ക് ഒരു ഗേൾ പ്രൊപ്പോസ് ചെയ്തായിരുന്നു, പേര് മീനാക്ഷി. ജിന്നക്ക് എല്ലാവരും ജിന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ആലോചിച്ച് എനിക്കെന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. ജിന്ന് തിരുത്തി മുറിക്കാൻ തുടങ്ങിയായിരുന്നു. ജിന്ന് ഫ്ലാഷ് ബാക്ക് ഓർക്കാണോ, ഹീറോയി പറഞ്ഞത് ഓർക്കാണ് ജിന്ന്. ക്ലാസ്സിൽ ആരായിട്ട് നിങ്ങൾക്ക് പ്രൊപ്പോസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പണിഷ്മെൻറ്റ് തരും. അതുമാത്രമല്ല നിങ്ങൾ മാരേജ് പ്രൊപ്പോസ് ഇല്ല ലവ് പ്രൊപ്പോസ് അങ്ങനെ വന്നാൽ നിങ്ങളെ ഞാൻ പണിഷ്മെൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. പണിഷ്മെൻറ്റ് പറഞ്ഞ് എന്തോന്ന് പറഞ്ഞു. അതുകൊണ്ട് ജിന്നക്ക് പേടി, അയ്യോ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു ഹീറോയിൻ. പറഞ്ഞാൽ ഇങ്ങനെയായിട്ട് പറഞ്ഞു കിസ് അടിക്കുമോ എന്ന് പറഞ്ഞു. ജിന്നക്ക് പേടിയായി പിടിച്ച് തിന്നു ഞാൻ എന്ന് പറഞ്ഞ് മിരട്ടിയായിരുന്നു ജിന്നിനെ. ജിന്ന് അയ്യോ ഇങ്ങനെ ചെയ്യിപ്പാ എന്നാൽ ജിന്ന് സോറി മാ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല, അവർക്ക് വേണ്ടി ഞാൻ ഇതില്ല ചെയ്യുന്നത് എന്ന് ജിൻ മനസ്സിലാക്കി. ശരി സോറി മാ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്നെ പിടിച്ചു വെച്ച ജിൻ ലവ് ഞാൻ എന്നെ ലവ് ചെയ്യാം അങ്ങനെ പറഞ്ഞു ഹീറോയിൻ. ഹീറോയിൻ്റെ മിരട്ടായിരുന്നു. ഇത് കണ്ട് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ എന്താ അവിടെ നടക്കുന്നത് കേട്ടായിരുന്നു. അപ്പം എന്നെ തിരിഞ്ഞു നോക്കുക ഷോക്കായിരുന്നു. അയ്യോ ഇവരാണോ